കൊല്ലത്തെ അജിയാണ് ഞാൻ കാണാൻ വന്നത്. ശരിക്കും കൊല്ലത്തെ അജി എന്ന് പറയരുത്, കേരളത്തിന്റെ ഐക്യുമാനാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഐക്യുമാനെ പരീക്ഷിച്ച് തന്നെ തുടങ്ങാം. നമുക്കത് ഭയങ്കര എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ള സാധനമാണ്. ഞാനിത് വിതറും. അപ്പോ ഇത് ഇടുക, നമ്പർ പറയാം. 48. എന്റെ അമ്മേ, ഇനി എന്റെ പണിയെ ഇത് കൂടുതലിട്ടാ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. 2, 4, 6, 40, 42, 44, 46, 48. അടിപൊളി. ഫോട്ടോ എടുക്കുക, എണ്ണ എടുക്കുക ആണല്ലേ? ഇപ്പൊ ഇടുന്ന സാധനം ഏതായാലും അതിന്റെ ഫോട്ടോ എടുക്കുക. അജി കുറച്ച് തീപ്പെട്ടിക്കോല് വെച്ചിട്ടുണ്ട്. ആ തീപ്പെട്ടിക്കോലിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റും. ഇല്ലെങ്കിൽ അജി നേരത്തെ എണ്ണി വെച്ചിട്ടാണെന്ന് വിചാരിക്കില്ല. ഞാൻ എത്ര മാറ്റിയാണെന്നുള്ളത് ഞാൻ മാത്രം അറിഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. മാറ്റിയിട്ട് ഞാൻ കുറച്ചേ ഇടുള്ളൂ കേട്ടോ. അപ്പൊ എത്രയാണെന്ന് പറയും, അജി പറയും. എത്ര എണ്ണ ഉണ്ട്? 15 എണ്ണം. 15, 4, 6, 8, 10, 12, 14, 16. ഒരെണ്ണം തെറ്റി. അതെന്താ വെച്ചറിയോ, മേളിൽ കയറിയിരിക്കുന്നുണ്ടല്ല, ഈ ക്രോസ് കയറുമ്പോണ്ടല്ല, അത് ചിലപ്പോ കണ്ണി പിടിക്കത്തില്ല. ഓ, ഇപ്പൊ നമ്മൾ ഓരോന്നിട്ട് എണ്ണുന്നില്ലേ, എനിക്കൊരു 10-15 എണ്ണൊക്കെ എണ്ണുന്നത് ഒരു ടൈമില്. 10-16 എണ്ണൊക്കെ എണ്ണുന്നത് ഒറ്റ സ്ട്രെസ്സിൽ 16 എണ്ണം വരും. ഓ, നമ്മൾ പരീക്ഷിക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാം പരീക്ഷിക്കണമല്ലോ. കാരണം ഏതൊക്കെ സ്കില്ലാണ് അജിക്കുള്ളതെന്ന് അറിയണമല്ലോ. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ. 1979 മെയ് 5 ഏത് ദിവസമായി? ശനിയാഴ്ച അല്ലേ? ഇതെങ്ങനെയാ ഇപ്പൊ പോയിക്കണേ? ഇപ്പൊ കണ്ടുപിടിച്ചത് ഇത് 11 വർഷത്തെ കലണ്ടർ സെയിമാ. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ആ 11 വർഷത്തെ ഓർമ്മയിലുണ്ട്. ഇതിപ്പം നമ്മൾ ഈ പത്രം ഇത് 8 മീറ്റർ അകലെയുള്ള ന്യൂസ് പേപ്പർ ആയിരിക്കും. 4 മീറ്റർ പോലും പറ്റത്തില്ലെന്നാ പറയുന്നത്. സാധാരണ ഈ ചെറിയ അക്ഷരം എന്ന് പറയുന്നത് 8 ഫോണ്ടിൽ അതില് വാർത്ത തുടങ്ങുന്ന സ്ഥലം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി തുടങ്ങുന്ന വാക്ക് പോലും വായിക്കുന്നില്ല. എനിക്ക് വലിയ ഹെഡിങ് വായിക്കാം, വലുത് വായിക്കാം. ഞാൻ ഇവിടെ തിരിച്ച് ശ്രമിക്കാം. ഈ വാർത്തയാണ് ഞാൻ വായിക്കാൻ പറയാൻ പോകുന്നത്. കൊട്ടാരക്കര ന്യൂസ് ആണ്. ഹയർ സെക്കൻഡറിയിൽ ഗണിതം പ്രായോഗിക പഠനവും പരീക്ഷയും വെല്ലുവിളിയാകുന്നു. ഹയർ സെക്കൻഡറിയിൽ ഗണിതം പ്രായോഗിക പഠനവും പരീക്ഷയും വെല്ലുവിളിയാകുന്നു. നിങ്ങൾ പാസ്. ഒരു 50 ഡിജിറ്റ് നമ്പർ നമ്മൾ ബോർഡിൽ എഴുതും. ഓ, എഴുതണം. ഇത് 30 ഡിജിറ്റ് നമ്പർ പാകിസ്ഥാൻകാരന്റെ പേരിലെ റെക്കോർഡ്. 30 ഡിജിറ്റ് നമ്പർ ഒരു പാകിസ്ഥാൻകാരൻ 4 സെക്കൻഡ് ഉണ്ടാ പറഞ്ഞേക്കുന്നത്. ഓ, അപ്പൊ ഇത് ഒരു ലെയറിൽ 14 നമ്പേഴ്സ് വെച്ചിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ 50ലും കൂടുതലുണ്ട്. അപ്പോ ഇത് പറയൂ, നമുക്ക് നോക്കാമല്ലോ. നോക്കാം. ഓ, നോക്കട്ടെ. ഇത് എഴുതി എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അജി പറയട്ടെ. നോക്കാം. പറയൂ. 9, 8, 1, 5, 2, 7, 1, 4, 2, 3, 5, 8, 1, 5, 8, 7, 8, 7, 1, 5, 2, 3, 2, 4, 2, 5, 1, 8, 0, 0, 2, 7, 1, 4, 1, 3, 1, 5, 2, 7, 1, 0, 9, 8, 4, 6, 2, 7, 1, 5, 1, 2, 1, 3, 1, 4.